നമ്മുടെ ശീതകാല പച്ചക്കറികളായ പച്ചക്കറികളിൽപ്പെട്ട കോളിഫ്ലവർ നമുക്കെല്ലാം ഇതുപോലെ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ആയി തുടങ്ങിയിട്ടുണ്ട്, ഇത്രയും വലുപ്പമായിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതൊക്കെ ക്യാബേജാണ്, ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. കോളിഫ്ലവർ എല്ലാം തന്നെ നമുക്ക് ഫ്ലവറായി വന്നിട്ടുണ്ട്, ഇവിടെ ഫ്ലവറായി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും കണ്ടോ ഫ്ലവറായി വരുന്നുണ്ട്. ഇതും കണ്ടോ, ഇവിടെയും ഫ്ലവറായി വരുന്നുണ്ട്. നമുക്ക് കോളിഫ്ലവർ എല്ലാം തന്നെ നല്ല രീതിയിൽ ഫ്ലവറായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തുള്ളതെല്ലാം ക്യാബേജാണ്, ക്യാബേജും ആയി വരുന്നുണ്ട്. പക്ഷേ കോളിഫ്ലവറിൻ്റെ അത്രയും പെട്ടെന്ന് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ എല്ലാം തന്നെ നമുക്ക് ഫ്ലവറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ 15 ദിവസം കൂടുമ്പോഴും നമ്മൾ ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ കടഭാഗത്തോട്ട് മണ്ണ് കൂട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മണ്ണ് ഇങ്ങനെ കൂട്ടി ചേർത്ത് അതിൻ്റെ കടഭാഗത്തോട്ട് നീക്കി ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഫ്ലവറായി കിട്ടുമേ. വളവും അതേപോലെ തന്നെ നനയും ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ തണ്ടിലോട്ട് മണ്ണ് കയറ്റിയിട്ട് കൊടുക്കുക എന്നുള്ളത്.